തിരുമാറാടി പഞ്ചായത്തിൽ കാക്കൂർ ഖാദി സൊസൈറ്റിയുടെയും ഖാദി ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദിമേള ആരംഭിച്ചു. 30% സർക്കാർ സബ്സിഡിയോടെ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. കാക്കൂർ ഖാദി വളരെ കാലങ്ങളായി ഈ സൊസൈറ്റി രൂപീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പരിമിതികൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഉണ്ട്. പക്ഷേ പരിമിതികളുടെ ഇടയിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ വഴി ഇവിടെ കൂടുതൽ വിപണി കണ്ടെത്താനും കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് ഖാദി ഉൽപ്പന്നങ്ങളെ വ്യാപിപ്പിക്കുവാനും സാധ്യമാവുന്നു എന്നത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഖാദി എന്നുള്ളത് ഒരു ഭാരതീയ വികാരമായി ഉൾപ്പെടുത്തി ഒരു വസ്ത്ര ശൈലിയായി രൂപാന്തരപ്പെടുത്തുക എന്നത് അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒന്നാണ്. തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു. തിരുമാറാടി പഞ്ചായത്തിൽ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് വളരെ പഴക്കം ചെന്ന ഒരു ഖാദി പ്രസ്ഥാനമാണ് എന്നുള്ളവരും നമുക്ക് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ശോച്യാവസ്ഥയെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറ്റിയും ഇവിടെ സ്വാഗതം ആശംസിച്ച ഇതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീനിവാസൻ ഇവിടെ അവതരിപ്പിച്ചു. അത് തുടർന്നും നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ അവസരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഒരു 2 ദിവസത്തെങ്കിലും ആയ ഒരു വിപണനമേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഖാദി പ്രസ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി അന്ന് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിനും അവർക്കൊരു തൊഴിലവസരം നേടിക്കൊടുക്കുന്നതിനും വേണ്ടി അന്ന് രൂപം കൊടുത്ത 1918 ആരംഭിച്ച് പിന്നീട് അത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനായിട്ട് രൂപാന്തരപ്പെട്ട സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ തുടങ്ങി വന്ന ഒരു പ്രസ്ഥാനം വളർന്ന് ഇപ്പോൾ വന്നത് പുതിയ ഒരു യുഗത്തിലേക്ക് മാറി. അതിപ്പോൾ ഒരു ഫാഷൻ തരംഗം അല്ലെങ്കിൽ ഫാഷൻ യുഗത്തിലേക്ക് മാറുന്ന ഒരു പ്രൊജക്ട് ഓഫീസർ ഫ്രാൻസിസ് സേവിയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖാദി ബോർഡ് അംഗം K ചന്ദ്രശേഖരൻ ആദ്യ വിൽപ്പന നടത്തി. ഒരു 10-15 വർഷം മുമ്പ് ഈ കാക്കൂർ ഖാദിയുടെ ഈ കെട്ടിടം ഒരു ഭാർഗവീ നിലയം പോലെയാണ്. നശിച്ച കെട്ട്, ഒരു മനുഷ്യൻ പോലും കയറാതെ ഈ താഴത്തെ കടകമ്പോളങ്ങളൊക്കെ വളരെ മോശമായിട്ടിരിക്കുകയാണ്. പുതിയ ഖാദി ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ അനിൽ ചെറിയാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ആലോചിച്ച് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉണ്ടായിരുന്നു. അത് മാറ്റി ഒരു ജനകീയ ഭരണം ഇവിടെ ഉണ്ടാക്കി. നമുക്കെല്ലാവർക്കും അറിയാം, കാക്കൂർ എന്ന് കേൾക്കുമ്പോൾ കാക്കൂർ ഖാദിയും കാക്കൂർ കാളവയലുമാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാളവയൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. കാക്കൂർ ഖാദി നിന്നുപോയി. പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് കള്ളാട്ടുകുഴി, എബിൻ ചാക്കോ, MC അജി, അനിൽ ചെറിയാൻ, സുനീഷ് മണ്ണത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാക്കുട ഖാദി സൊസൈറ്റി ചെയർമാൻ S ശ്രീനിവാസൻ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ലിജി തോമസ് നന്ദിയും അറിയിച്ചു.